ആലപ്പുഴ ചെന്നിത്തലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയായത് ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ 8ാം ക്ലാസ്സുകാരൻ. +1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്നാണ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ നവോദയ സ്കൂളിൽ 8ാം ക്ലാസ്സുകാരനെ റാഗിങ്ങിന് ഇരയാക്കിയ വിവരം എന്നാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് വിവരം പുറത്തു വരുന്നത്? സിജു, 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. നവോദയ സ്കൂളിലാണ്, ചെന്നിത്തല നവോദയ സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. ഇവിടെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ വെച്ചാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ മറ്റു കുട്ടികൾ, ഏതാണ്ട് 6ഓളം വരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് എന്ന പരാതി മാന്നാർ സ്റ്റേഷനിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിരന്തരം ഇവർ തമ്മിൽ വാക്കേറ്റവും വഴക്കുകളും ഒക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിലുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഇപ്പോഴത്തെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ കേസ് പോലീസിൽ വരുന്നതിന് മുൻപ് തന്നെ നവോദയ സ്കൂളിലെ അധ്യാപകർ ഈ കുട്ടികളെയൊക്കെ തന്നെ, ഈ ആരോപണ വിധേയരായ കുട്ടികളെയൊക്കെ തന്നെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മാന്നാർ സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ശരി, ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഷാജഹാൻ ഇപ്പോൾ? കുട്ടിക്ക് നല്ല രീതിയിലുള്ള മർദ്ദനമാണ് ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയതിനു ശേഷം കുട്ടി ചികിത്സയിലായിരുന്നു. കുട്ടി ഇപ്പോൾ മാതാപിതാക്കൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പരിക്കുകൾ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, ഈ പോലീസ് നവോദയ സ്കൂൾ അധികൃതരിൽ നിന്ന് വിശദീകരണം തേടിയോ? എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? സംഭവം കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെങ്കിലും ഇന്നലെയാണ് ഇത് പോലീസിൽ പരാതിയായിട്ട് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചാലും കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ കാര്യമായ നടപടികളില്ല. പോലീസ് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് നിലവിലുള്ളത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് മാന്നാർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഷാജഹാൻ, നമുക്കറിയാം ഇപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്നാണ് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട 6 വിദ്യാർത്ഥികൾക്കും, കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം കൂടി കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം, ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ +1 വിദ്യാർത്ഥികളാണ് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്ന് പറയുമ്പോൾ ഇതെന്താണ് ഇതിന് ഇടയാക്കിയ സംഭവം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? അധ്യാപകരിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ കുട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള വഴക്കുകളാണ്. സ്കൂളുകളിലും മറ്റും പുറത്തു വെച്ചും ഹോസ്റ്റലിൽ വെച്ചിട്ടുള്ള തർക്കങ്ങളും വഴക്കുകളുമാണ് ഇത്തരത്തിലുള്ള മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ്. അതോടൊപ്പം തന്നെ റാഗിങ്ങിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നടന്നതെന്നും മറ്റു കുട്ടികൾ പറയുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച് മാന്നാർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ചേർത്തല നവോദയ സ്കൂളിലെ 8ാം ക്ലാസ്സുകാരനെ +1 വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാക്കി. ക്രൂരമർദ്ദനത്തിനാണ് 8ാം ക്ലാസ്സുകാരന് ഇരയായതെന്നുള്ള വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവച്ചത്.